ഹായ് ഓൾ, വെൽക്കം ടു സ്പൈസി ആൻഡ് ഈസി. സ്പൈസി ആൻഡ് ഈസിയിൽ ഇന്ന് 2 ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. ഒരു ഉപ്മാവ് തക്കാളി ബേസ്ഡ് ഉപ്മാവ്, ഒന്ന് മല്ലിയില ബേസ്ഡ്. രണ്ടും റവ ഉപ്മാവ് തന്നെയാണ്. തക്കാളി ഉപ്മാവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ തക്കാളി ഇടാറുണ്ട് ഉപ്മാവിൽ. ഒരു അര തക്കാളി, ഒരു തക്കാളി അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുക. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് റവ എടുത്തപ്പോൾ 1 കപ്പ് തക്കാളി തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല പുളിയുള്ള ഒരു ഉപ്മാവാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല ഈ തക്കാളി ഉപ്മാവിൽ. പിന്നെ ഈ റവ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റോസ്റ്റഡ് റവ വാങ്ങിച്ചാലും വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് ചൂടാക്കുക ഉപ്മാവ് ഉണ്ടാക്കുന്നതിന് മുമ്പ്. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നത് ചുടുവെള്ളം ആഡ് ചെയ്യാൻ നോക്കുക. ചുടുവെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ്സും കൂടും, ഫ്ലഫി ആയിട്ടും കിട്ടും, നമുക്കിപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിൽ. മൂന്നാമത്തെ കാര്യം, നമ്മൾ വെള്ളം ചേർത്തിട്ട് 1 സ്പൂൺ നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞ് 1 സ്പൂൺ നെയ്യ് ചേർത്ത് അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായി കിട്ടും ഉപ്മാവ്. ഇപ്പോൾ നിങ്ങളെന്തായാലും ഈ തക്കാളി ഉപ്മാവ് ചെയ്യുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം, ഗ്രീൻ പീസ്, അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഒന്ന് ആഡ് ചെയ്ത് ഉണ്ടാക്കുക. ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ കളറ് ഒരു മഞ്ഞയല്ല, ഒരു റെഡും അല്ല, ചുവപ്പ് മഞ്ഞ കലർന്ന ഒരു കളറാണ് ഇതിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഉണ്ടാക്കുന്ന ഉപ്മാവ് കൊറിയൻഡർ ഉപ്മാവ്. കൊറിയൻഡർ ഉപ്മാവ് എന്ന് പറഞ്ഞാൽ മല്ലിയില ഞാൻ അരച്ചിട്ട് അതിൻ്റെ കൂടെ ചേർക്കുകയാണ്, ഈ വെള്ളം ചേർക്കുന്നതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അതിൻ്റെ കളറ് ഗ്രീൻ കളറായിട്ട് കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടെ കടും ഗ്രീൻ കളർ ആവണമെങ്കിൽ, എൻ്റെ കയ്യിലിപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡേ വന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് കടും കളർ ആവുന്നെങ്കിൽ മല്ലിയില കുറച്ച് കൂട്ടുക, അതിൻ്റെ കൂടെ കുറച്ച് പുതിനയില ഇടാം. എന്നിട്ട് നിങ്ങൾ ഉപ്മാവ് ഉണ്ടാക്കി നോക്കൂ. 2 ഉപ്മാവും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊരു ചേഞ്ച് ആയിരിക്കും, കാരണം കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഒരു ചേഞ്ച് ആയിരിക്കും കളർ ചേഞ്ചുള്ള ഒരു ഉപ്മാവ് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കൂ. പിന്നെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് മാത്രം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം കുറേ പേരായി ചോദിക്കുന്നു, വളരെ ഈസി ഇല്ല, കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസുമായിട്ട് വരാം. ഈസി ഉള്ളതേ ചേർക്കത്തുള്ളൂ, ബിഗിനേഴ്സിനും പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും പിന്നെ എളുപ്പത്തിൽ പണി കഴിക്കണം എന്നുള്ള വീട്ടമ്മമാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ചാനൽ തന്നെ തുടങ്ങിയത്. ഞാൻ എന്തായാലും ഈസി ഉള്ളത് മാത്രമേ ചെയ്യുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റംസും എനിക്കും വയ്യ, പുറമേ നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും ചെയ്യാൻ വയ്ക്കില്ല. അപ്പോൾ രണ്ടും എളുപ്പത്തിലുള്ളതാണ് ഈ ഉപ്മാവ്. ഇത് ചെയ്തു നോക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് തുടർച്ചയായി കാണൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയും. ഓക്കെ, താങ്ക് യു. ഒരു ചൂട് കെട്ടിയുള്ള പാൻ വയ്ക്കുക, അതിലേക്ക് 1 കപ്പ് റവ ചേർക്കുന്നുണ്ട്. ഈ റവ നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ വാങ്ങിച്ചത് സാധാ റോസ്റ്റഡ് റവയാണ്, എന്നാലും ഞാൻ ഒന്ന് ചൂടാക്കുകയാണ്, എനിക്ക് അതിൻ്റെ കളറ് പോരാ. അപ്പോൾ ഒരു ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് കളറ് മാറിയിട്ടുണ്ട്, ഇനി അത് മതി, അതെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ 1.25 ടീസ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണയ്ക്ക് പകരം സാധാരണ നെയ്യാണ് ഉപയോഗിക്കാറ്, നെയ്യാണ് ടേസ്റ്റ്. ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നെയ്യാണ് ടേസ്റ്റ്. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത് 1.25 ടീസ്പൂൺ. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് കടുക് ഇടുന്നുണ്ട്. കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്. ഇത് സാധാരണ ഉപ്മാവിൽ എല്ലാത്തിലും ചേർക്കുന്നതാണ് ഞാൻ. ഇത് 3ഉം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഞാൻ ഇതിൽ 2 എടുത്തിരിക്കുന്നത്. ഇഞ്ചി നിങ്ങൾക്ക് ആവശ്യം പോലെ ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റുക. പരിപ്പിൻ്റെ നിറം മാറി തുടങ്ങുമ്പോൾ, 2 പരിപ്പിൻ്റെയും നിറം മാറി തുടങ്ങുമ്പോൾ ഒരു വലിയ ഉള്ളി ചേർക്കുന്നുണ്ട്. മീഡിയം സൈസ് വലിയ ഉള്ളിയാണ്. നമുക്ക് ഉപ്മാവിൽ സാധാരണ ചെറിയ ഉള്ളി ചേർത്താൽ നല്ല മണമാണ്. പഴയ കാലത്തൊക്കെ ചെറിയ ഉള്ളിയെ ചേർക്കുക. ഇപ്പോൾ ഈ വലിയ ഉള്ളി എന്നുള്ളത് എല്ലാത്തിലും ഇപ്പോൾ വലിയ ഉള്ളിയാണ് നമ്മൾ ചേർക്കാറ്. ചെറിയ ഉള്ളിയുടെ കാലം കഴിഞ്ഞു. ഉള്ളി കളറ് മാറി തുടങ്ങി, അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ബൗള് തക്കാളി, 2 ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുതായി അരിഞ്ഞത്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് വെന്ത് ഉടയണ സമയത്താണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നത്. അത് 2 കപ്പോളം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. റവ ഏത് കപ്പിലാണോ എടുത്തത് അതേ അളവിൽ 2 കപ്പ് വെള്ളം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, നല്ല ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ പിന്നെ തിളയ്ക്കാൻ അധികം നേരം വേണ്ട.
ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഇതിലോട്ടാണ് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നത്. നെയ്യും ചേർത്ത് അതങ്ങനെ അടച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം തിളയ്ക്കട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് റവ ആഡ് ചെയ്യുന്നത്. വറുത്ത് വെച്ച റവയാണ് ചേർക്കുന്നുണ്ട്. റവ കട്ട പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളരെ നൈസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. വെള്ളം നിങ്ങൾക്ക് ആവശ്യമാണോ തോന്നുമ്പോൾ കുറച്ചായിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒഴിച്ചു കൊടുക്കുക. എനിക്കിപ്പോൾ വെള്ളം ആവശ്യമായി തോന്നുന്നില്ല. ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ നല്ല മണമുണ്ട് ഇതിന്. ആ നെയ്യിൻ്റെ മണവും തക്കാളി, ഉള്ളി എല്ലാത്തിൻ്റെയും മണം ഇപ്പം തന്നെ നല്ല രസമുണ്ട് കാണാനും. ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് ആക്കാം. ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് നമുക്ക് കൊടുക്കണ രീതിയിൽ, പ്രസൻറ്റ് ചെയ്യണ രീതി. ഉപ്മാവ് സാധാരണ വിളമ്പുന്നതിനേക്കാൾ നന്നായിരിക്കും ഒരു ബൗളിലാക്കി അതങ്ങനെ ഇതാക്കി കൊടുക്കുന്നത്. നന്നായിട്ട് അത് സ്പേസ് ഇല്ലാതെ വേണം കേട്ടോ അത് നിറയ്ക്കാൻ. ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ ഉപ്മാവ് നിറയ്ക്കുമ്പോൾ ഇടയിൽ ഗ്യാപ്പൊന്നും വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എടുക്കാൻ കഷ്ടമാവും. പിന്നെ ആ ഒരു ഷേപ്പും കിട്ടില്ല അത്. അപ്പോൾ അതിനും എല്ലാ സൈഡും നന്നായിട്ട് വൃത്തിയായി കറക്റ്റായിട്ട് പാക്ക് ചെയ്ത പോലെ ആ ഒരു ബൗൾ ഫുൾ പാക്ക്ഡാണ്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് ശരിക്കും ഒന്ന് കമത്തിയാൽ മതി. ഇതെല്ലാം എണ്ണ മുഴുക്കുള്ള കാരണം എവിടെയും അത് പിടിച്ച് നിൽക്കില്ല. ഇതുപോലെ കിട്ടും. ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2 അണ്ടിപ്പരിപ്പും കുറച്ച് കറിവേപ്പിലയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരി ആഡ് ചെയ്യായിരുന്നു നമ്മുടെ പരിപ്പൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത്. എന്തായാലും ഇത് നല്ല ടേസ്റ്റാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും ഒന്ന് കഴിച്ച് അഭിപ്രായം പറയണം. മല്ലിയില ഉപ്മാവിനുള്ളതാണ്. 1/2 കപ്പ് മല്ലിയില. 1 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച മല്ലിയിലയാണ്. കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകേ ഇടുന്നുള്ളൂ. കാരണം നമ്മുടെ ഉപ്മാവിൽ ഓൾറെഡി ഞാൻ കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് ഒരു പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി. ഇത് 3ഉം കൂടെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്, നമ്മുടെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. നല്ല ലൂസായി അരച്ചെടുത്താലും കുഴപ്പമില്ല. അത് നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. അത് അരച്ച് കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ഇത്. എന്നിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഒഴിക്കണം, മറക്കരുത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് കടുക്, ഉഴുന്നുപരിപ്പ്. ഈ കടുക് ഉഴുന്നുപരിപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതുപോലെ കറിവേപ്പിലയും. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളകാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. നമ്മുടെ മല്ലിയില അരച്ചയിൽ ഞാൻ 1 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ജാസ്തിയാവോ പറഞ്ഞിട്ടാണ്. പിന്നെ കുറച്ച് ഇഞ്ചി. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്നിട്ട് ഉഴുന്നുപരിപ്പിൻ്റെ കളറ് മാറുമ്പോൾ നമ്മൾ ഉള്ളി ചേർക്കുന്നുണ്ട്. ഇത് ഒരു ഉള്ളിയുടെ പകുതിയേ ഉള്ളൂ. വളരെ ചെറുതായി നുറുക്കിയിട്ട് ആ ഉള്ളി ചേർത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റുക. അത് പിങ്ക് നിറം ആവണം. അത് അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നിലക്കടല തോല് കളഞ്ഞത്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, എന്നാലും ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ റോസ്റ്റ് ചെയ്യാം നമുക്ക്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ 1 കപ്പ് റവ. ഈ റവ ഞാൻ റോസ്റ്റ് ചെയ്ത റവയാണ്. ഇനി അതും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ഒരു പ്രത്യേക മണം കിട്ടുന്നില്ല. നിലക്കടലയും മല്ലിയിലയുടെയും കൂടെ ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. നിലക്കടല ഈ മല്ലിയിലയുടെ കൂടെ കടിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്വാദ് തോന്നാറുണ്ട് എനിക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചുടുവെള്ളം, തിളപ്പിച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനൊപ്പം 1/4 കപ്പ് മല്ലിയിലയുണ്ട്. ഇത് പോരാ നമുക്ക്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് 1 കപ്പും കൂടെ വെള്ളം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം പോരാന്ന് ഇപ്പം തന്നെ അറിയാം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം, 1 കപ്പോളം വെള്ളം പിന്നെയും ആഡ് ചെയ്തു ഞാൻ. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ മല്ലിയില, നിലക്കടല, റവ ഇതിൻ്റെ ഒരു മണം നല്ല രസമുള്ള മണമാണ്. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഒരു നിലക്കടല ചട്നി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം റവ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു.
നെയ്യ് എല്ലാവിടെയും കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം നമുക്ക് ബൗളിലേക്ക് ആക്കാം. ഇതും നല്ല എണ്ണമയമുള്ള ഒരു ഉപ്മാവാണ്. അപ്പോൾ നമുക്ക് ഇതും ബൗളിലേക്ക് ആക്കിയാൽ വളരെ എളുപ്പത്തിൽ ആ ബൗളിൻ്റെ ഷേപ്പിൽ ആയി കിട്ടും. എണ്ണമയം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബൗളിൽ നിന്ന് കമത്തുമ്പോഴേക്കും അത് വീഴും. ഇല്ലെങ്കിൽ ഡ്രൈ ആയ ഉപ്മാവാണ് പൊടിഞ്ഞു പോവുക, നമുക്ക് ബൗളിൻ്റെ ഷേപ്പിലൊന്നും കിട്ടില്ല. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഉപ്മാവാണ്. ഇനി ആ കപ്പ് ഫുൾ പാക്ക് ചെയ്യുക, സ്പേസ് ഇല്ലാത്ത രീതിയിൽ. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിരിക്കും. ഇതൊരു ഗ്രീൻ കളറാണ് കിട്ടുന്നത്, ഒരു ലൈറ്റ് ഗ്രീനേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടെ ഡാർക്ക് കളർ ആക്കണമെങ്കിൽ കുറച്ചും കൂടെ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.